ഇരിട്ടി അയ്യൻകുന്നിൽ ജനവാസ മേഖലയിലിറങ്ങി വീടുകളടക്കം നശിപ്പിച്ച കാട്ടുകൊമ്പനെ ആറളം ഫാമിലെ വനമേഖലയിലേക്ക് തുരത്തി. വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആനയെ കാട് കയറ്റിയത്. മേഖലയിൽ നിരീക്ഷണം തുടരുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 5 അങ്ങാടിക്കടവ് സ്കൂളിന് സമീപത്തുള്ള പ്രദേശവാസികളാണ് ആദ്യം ആനയെ കണ്ടത്. ആന പിന്നീട് വലിയ പറമ്പിൻകരി ആശാൻകുന്നിലെ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. വനംവകുപ്പ്, RRT, പോലീസ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ആന കടന്നുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസും വനംവകുപ്പ് അധികൃതരും കാവലേർപ്പെടുത്തി. വൈകുന്നേരത്തോടെ കാട്ടാനയെ തുരത്താൻ ശ്രമം തുടങ്ങി. വനംവകുപ്പ്, RRT സംയുക്ത ടീം ആനയെ തുരത്തുന്നതിനിടെ ആദ്യം വന്ന വഴിയെ തന്നെ തിരിച്ചിറങ്ങിയ ആന പെട്ടെന്ന് ഗതിമാറി ഈണ്ടുംകരി ഭാഗത്തേക്ക് തിരിഞ്ഞു. ജനവാസ മേഖലയായ ഇവിടം വനത്തിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് ഇതുവഴി വനത്തിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈണ്ടുംകരി അടിവാരത്തിന് സമീപം റോഡ് മുറിച്ചുകടക്കാതെ ആന അക്രമാസക്തമാകുകയായിരുന്നു. ഇവിടെ 2 വീടുകളുടെ അടുക്കള ഭാഗവും ഒരു റബ്ബർ ഷീറ്റ് പുരയും ആന തകർത്തു. കുരിശുമൂട്ടിൽ ചാക്കോ, പുത്തൻപുരയ്ക്കൽ റോയി എന്നിവരുടെ വീടിന്റെ ഷെഡുകളും വട്ടുകുളം ബിജോയിയുടെ മെഷീൻ പുരയുമാണ് തകർത്തത്. ഇടയ്ക്ക് കരിക്കോട്ടക്കരി ടൗൺ ഭാഗത്തേക്ക് തിരിഞ്ഞ ആന വീണ്ടും തിരിഞ്ഞ് ഈണ്ടുംകരിക്ക് സമീപമെത്തി. ഇവിടെ നിന്നും വനത്തിലേക്ക് തുരത്താൻ പദ്ധതിയിട്ട വനംവകുപ്പിന്റെ പ്ലാൻ മുഴുവൻ തകിടം മറിച്ച് ആന വീണ്ടും ആശാൻകുന്നിലേക്ക് തന്നെ കയറിപ്പോയി. അക്രമാസക്തനായ ആനയെ രാത്രി വൈകി തുരത്തുക പ്രയാസമായതിനാൽ അധികൃതർ തുരത്തൽ നിർത്തുകയായിരുന്നു. ജനങ്ങൾ പുറത്തിറങ്ങി ശബ്ദം വച്ചതും കൂട്ടം കൂടി നിന്നതും പലപ്പോഴും അധികൃതർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർ അയ്യൻകുന്നിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് തിങ്കളാഴ്ച പുലർച്ചെ വീണ്ടും ശ്രമം തുടങ്ങിയത്. പടക്കം പൊട്ടിച്ചും മറ്റും കൊമ്പനെ ആറളം ഫാം ഭാഗത്തെ വനാതിർത്തിയിലേക്ക് കടത്തിവിട്ടു. ആന തിരികെ വരുമെന്ന ആശങ്കയിൽ നിരീക്ഷണം തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കണ്ണൂർ RRTയിലെ ഷൈനികുമാർ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ, ടീം അംഗങ്ങളായ മഹേഷ്, പ്രമോദ്, രമേശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊമ്പനെ കാടുകയറ്റിയത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.